നമസ്കാരം. തിരുവനന്തപുരം വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അസ്ഥികൂടം, ഒരു മനുഷ്യൻ്റെ നിന്ന് തോന്നുന്ന അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ സ്ഥലത്താണുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ശരിക്കും എങ്ങനെയാണിത് കണ്ടത്? ഇന്ന് രാവിലെ ഇവിടെ മഴയൊക്കെ സമയം വെറുതെ കിടക്കുന്ന പറമ്പിൽ ആൾക്കാർ ഇങ്ങനെ തേങ്ങ മുറക്കാനായിട്ട് വരുമല്ലോ. അങ്ങനെ ആരോ കയറിയ സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് ഇൻഫോം ചെയ്തതാണ്. അപ്പോൾ എന്നെ രാവിലെ വിളിച്ചു. ഞാൻ ആ സമയത്ത് മോളെ സ്കൂളിൽ ഓപ്പണിംഗ് ആയതുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഒരു 2 മാസം അടുപ്പിച്ചിട്ട് ഈ ഏരിയയിൽ ഒരാൾ മിസ്സിങ്ങും കൂടെ ആയിരുന്നു. അപ്പം നമുക്കത് പോയി കണ്ട് ചെറിയ തെളിവുകൾ വെച്ച് നോക്കിയിട്ട് നമുക്കതിലൊരു സംശയം ഉണ്ട്. നമ്മൾ പോലീസിൽ അറിയിച്ചു. രാവിലെ മുതലേ നമ്മുടെ എല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് അവർ നിൽപ്പുണ്ട്. എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഫോറൻസിക് ആൾ വരണം, അവരും കൂടെയൊക്കെ വന്നിട്ട് നമുക്കത് അതിൻ്റേതായ മറ്റു പ്രോസസ്സിങ്ങിലോട്ട് പോകുന്നുണ്ട്. എന്തായാലും നല്ല സഹകരണത്തോടെ പോലീസും എല്ലാ കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. നമുക്ക് ആളാണെന്ന് ഉറപ്പിച്ച് ഇവരൊക്കെ സ്ഥിരം കാണുന്ന ആളാണ്. അപ്പം അയാളുടെ ഈ മാല പോലത്തെ സാധനം ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഒരുവിധം നമുക്ക് 90% ആണെന്ന് തോന്നും അല്ലേ? ആ ഒരു സംശയമുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ആളുകൾ പോവുകയും വരികയും ചെയ്യുന്ന ആ ഇവിടെ ഈ കൃഷിക്കാർ കൂടുതൽ കൃഷിക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഈ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോട് വെള്ളം ഉള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാർ കുളിക്കാനും നനയ്ക്കാനും വരുന്നുണ്ട്. പിന്നെ കർഷകർ ഉപയോഗിക്കുന്ന അതായത് കീരയൊക്കെ കൊണ്ടുവന്ന് കഴുകാനൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ പുള്ളിക്കാരെ പൊതുവിൽ തെങ്ങിൽ കയറുന്ന ഒരു പരിപാടിയുണ്ട്. തേങ്ങ മുറിക്കാനായിട്ട് കയറുന്നുണ്ട്. അപ്പം ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചതാണോ എന്ന് അറിയില്ല. തെങ്ങിൽ കയറിയ സമയത്തൊന്നും ഞാനും കാല് തെറ്റി അങ്ങനെ വീണതാണോ അറിയില്ല എന്താണെന്നുള്ളതിന്. ഈ പരാതി അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരുന്നോ? ആളെ മിസ്സിങ് പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഒരു ഈ മാസം അഞ്ചാം മാസം മിസ്സിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഏകദേശം 1 മാസം അടുപ്പിച്ചായി മിസ്സിങ് കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഫയൽ നമ്പറൊക്കെ ഉണ്ട്, അതിനകത്ത് ഉണ്ട് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തിയെന്ന് പറയുന്നു. ചേട്ടൻ്റെ ഒക്കെ സുഹൃത്തിനെയാണ് കാണാതായതെന്ന്. അപ്പോൾ ഇപ്പം മാം പറഞ്ഞതുപോലെ അവരാണ് എന്ന് തോന്നാനുള്ള കാരണം എന്താ? കാരണം വെച്ചാൽ പുള്ളിക്കാരൻ ഉപയോഗിക്കുന്ന സാധനം വീട്ടുകാർ പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് മാൻ മിസ്സിങ്ങിന് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന സാധനം മാല, പിന്നെ ഇട്ടുന്ന ഡ്രസ്സ്, പുള്ളി കാവി പേശ കൊടുക്കാറുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് പേശിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ പോയി നോക്കുന്നത്. നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ കണ്ടു. അപ്പം എന്നാലും നമുക്ക് പുള്ളിയെ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല അങ്ങനെ ഇതാണെന്ന്. സ്കെൽട്ടൻ മാത്രമല്ലേ ഉള്ളൂ, അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. പുള്ളി AC പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സയൻറ്റിസ്റ്റ് അയൊക്കെ കണ്ടിട്ട് 2 മാസം കഴിഞ്ഞ് ഇതിൻ്റെ റിപ്പോർട്ട് തരാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ വീട്ടുകാരെ പാനിക്കാക്കണ്ട എന്നതുകൊണ്ട് വീട്ടുകാരെ അറിയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. ഈ പ്രദേശത്ത് കൂടെ പോവുകയും വരികയും ചെയ്യുന്ന ആളാണ്. അതെ. അപ്പം എന്തെങ്കിലും ഇപ്പൊ സാധാരണ എന്തെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്മെല്ല് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും ഈ വഴിയാണ് പോകുന്നത്. എന്തായാലും ഒരു പട്ടി മരിച്ച കിടന്നാലും പൂച്ച കിടന്നാലും നമുക്ക് അറിയാൻ പറ്റും, മണം അടിക്കും. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ മണം ഇതുവരെ അറിയണമെന്നില്ല. ഞാൻ എൻ്റെ വീട്ടുകാർ വിളിച്ച് പറയുകയാണ് ഇതേപോലെ ഇങ്ങനെ എൻ്റെ മോന് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയണം, ഇടയിൽ ഇന്ന ആൾ മിസ്സിംഗ് ആണ്, എന്തെങ്കിലും നമുക്കൊരു ക്ലൂ കിട്ടണമെങ്കിൽ നമ്മളെ വിളിച്ച് പറയണം. അത് ഫോൺ നമ്പറൊക്കെ കൊടുത്ത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കൃത്യമായിട്ട് അറിയാം, പുള്ളി മിസ്സിംഗ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള കാർഡുകളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാണ്ട് നമുക്ക് മണം വന്നിട്ടില്ല. കർഷകർ ഇവിടെ എപ്പോഴും വരുന്നില്ലേ? അവരെന്തെങ്കിലും നമുക്ക് ഇൻഫോർമേഷൻ തരേണ്ടതാണ്. സ്മെല്ല് വന്നാൽ ഇടയ്ക്ക് വേറൊരു സ്ഥലത്ത് ഒരു ചാക്കിൽ കൊണ്ടൊരു വേസ്റ്റ് കൊണ്ട്, അത് ചിക്കൻ വേസ്റ്റ് ആയിരുന്നു, അതുപോലും ഞങ്ങളെ വിളിച്ചറിയിച്ചിരുന്നു. പക്ഷെ ഇതുപോലൊരു സ്മെല്ലായിട്ട് ആരും പറഞ്ഞിട്ടില്ല, സ്മെല്ലൊന്നും അതില്ല. ആ സ്കെൽട്ടൻ കാണുമ്പോൾ നമുക്കറിയാം. AC പറഞ്ഞത് 3 മാസത്തെ പഴക്കം വരും എന്നാണ് AC പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ആ സ്കെൽട്ടൻ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് ചിന്ന ചെറിയ രീതിയിലൊക്കെയാണ് കിടക്കുന്നത്. ഇലിക്ക് താഴോട്ട് സാധനം കാണാനില്ല. മനസ്സിലായില്ലേ? പിന്നെ ഇത് കൊണ്ടിട്ടതുപോലെയാണ് ആ സാധനം സ്കെൽട്ടൻ കിടക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ ബോഡി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ആ രീതിയിലല്ലേ കിടക്കുള്ളൂ. ഇതങ്ങനെയൊന്നുമില്ല. ആളെ കാണാതായി എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം എങ്ങോട്ടെങ്കിലും പോകുന്ന പതിവുള്ള ആളാണ്? പതിവെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പേ ഗുരുവായൂർ പിന്നെ ഈ പുള്ളി തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. ആനയ്ക്ക് ഇത് വെട്ടാൻ പോകും, ഓല വെട്ടാൻ പോകും. അങ്ങനെ പുള്ളി വീട്ടിൽ പറയാതെ ഒരിക്കൽ പോയി. പോയപ്പോഴും ആ ഒരു രീതിയിലാണ് വെച്ചിരുന്നത്. പക്ഷെ അത് കാണാതെ ആയപ്പോഴത്തേക്ക് അവർ വീണ്ടും തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടും കാണാതായി. അങ്ങനെയാണ് വീട്ടുകാർക്ക് ഒരു സംശയം വന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണത്. ഇങ്ങനെ മാൻ മിസ്സിങ്ങിന് കേസ് കൊടുക്കുന്നത്. മോനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് വന്ന് മാൻ മിസ്സിങ്ങിന് കേസ് എടുക്കുന്നത്. കാണാതായ ആളുടെ വീട്ടിൽ ആരൊക്കെയല്ല? കാണാതായ വീട്ടിൽ വേറെ ആരുമില്ല. അമ്മയും പിന്നെ സഹോദരിയുടെ മോൻ, ഈ മരിച്ചുപോയ ജോയി എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ.
ഈ പറമ്പിന്റെ ഉടമയെ അങ്ങനെ അറിയാമോ? അറിയാം അവർ വന്നായിരുന്നു, സ്ഥലമൊക്കെ നോക്കാൻ വന്നായിരുന്നു നോക്കിയിട്ട് അവർ തിരിച്ചു പോയി. ബോഡിയൊന്നും കണ്ടില്ല, തിരിച്ചു പോയി. എന്തായാലും ഒരു മനുഷ്യന്റെ ബോഡി സ്കെൽട്ടൻ ആണെന്നുള്ളത് വ്യക്തത വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ. പക്ഷെ ആരാണ് എന്നത് ഇനി അത് സയന്റിഫിക്കലായിട്ട് ഫോറൻസിക് വന്നിട്ട് അവർ റിപ്പോർട്ട് 2 മാസം കഴിയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്നാൽ മാത്രമേ ഇത് ജോയി ആണ് എന്ന് അറിയാൻ പറ്റുള്ളൂ. മനുഷ്യൻ്റെ ശരീരമാണെന്ന് ഉറപ്പായി. ജോയി ആണെന്ന് അറിയണമെങ്കിൽ സ്കെൽട്ടൻ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ജോയിയുടെ അമ്മയുടെ ബ്ലഡും ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുവരെ വീട്ടിൽ ആരെയും അറിയിക്കേണ്ട, പാനിക്കാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവിടെ സ്ഥിരമായിട്ട് തേങ്ങ പറക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ല. പക്ഷെ അവരാരും ഇതിലേക്ക് പെട്ടില്ല. ഇന്ന് ഇവിടെ കുളിക്കാൻ വന്ന ഒരാളാണ് പറഞ്ഞത്. ആളാരാണെന്ന് പോലീസ് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു CI വിളിച്ച് പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ ഒരു സ്കെൽട്ടൻ കിടക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് CI ആൾക്കാരെ വിടുന്നത്. പോലീസിനെ ഇവിടെ വിട്ട് കാര്യങ്ങൾ നോക്കുന്നത്. സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അതാണ് നമുക്ക് ഒരു ഫുൾ ടൈം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരാണ്. രാവിലെയും വൈകുന്നേരം ഈ വയലിൽ വരും ആൾക്കാർ. രാവിലെ വരും, വൈകുന്നേരത്ത് ചീരക്കൊക്കെ വെള്ളം നനയ്ക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ്. എല്ലാ വയലിലും വരും, പാട്ടത്തിനടുത്ത് ചെയ്യുന്നവരും ഒക്കെ ഉള്ളതുകൊണ്ട് വരും. അപ്പൊ ഒരാൾ പോലും ഇതിനെക്കുറിച്ചൊരു സുല്ലെണ്ണം പറഞ്ഞ പോലെ ഇത്രയും ദിവസം അഴുകിയിരുന്നാൽ പോലും ഒരു സ്മെല്ല് ഉണ്ടാകണ്ടേ. ഒരു സ്മെല്ലിൻ്റെതായിട്ട് നമ്മൾ ഇതുവരെ ആരും പറഞ്ഞില്ല. അതുപോലെ ഇതാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? വിഷയങ്ങളെന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചില്ല. കാരണം പുള്ളിക്കാരൻ ഉപജീവനത്തിനായിട്ട് തേങ്ങത്തെങ്കിലും കയറുന്നു, പുള്ളിക്കാരൻ പോകുന്നു. പിന്നെ വ്യക്തിപരമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് അറിവിൽ ഇതുവരെയും വന്നില്ല. നമ്മുടെ ഇവിടുന്ന് ഒരു 75 മീറ്റർ അകത്തോട്ടാണ്. അറിയണ്ട, പിന്നെ അറിയേണ്ടതാണല്ലോ. നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമുക്ക് എന്തായാലും എപ്പോഴും ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ. എന്തായാലും എപ്പോഴും ഒരു 50 പേരിലെ ആൾക്കാരുണ്ടാവും. സ്കെൽട്ടൺ അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് അറിയാൻ പറ്റൂല. തലയോട്ടിയും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണ മണ്ണ് തന്നെയായിരുന്നു? അല്ല, മണ്ണല്ല. അത് ഒരു പ്രത്യേക രീതിയിൽ ഒരു ചതുപ്പല്ല, ഒരു തെങ്ങിന്റെ മൂട് പോലത്തെ ഇതിലാണ് കിടക്കുന്നത്. അത് അവർ കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. മഴ പെയ്ത് അങ്ങനെ ഒരു ഇതിലാണ് ആ രീതി കിടക്കുന്നത്. ഇന്ന് രാവിലെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ ഇത്തരത്തിലൊരു അസ്ഥികൂടം കണ്ടെത്തുന്നത്. മനുഷ്യൻ്റെതെന്ന് തോന്നുന്ന അസ്ഥികൂടമായതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പോലീസിലെ വിവരം അറിയിക്കുകയായിരുന്നു. സമീപത്ത് ഒരു തോടുണ്ട്. ആ തോടിൽ കുളിക്കാൻ എത്തിയിട്ടുള്ള ആളുകളാണ് ഇത് കണ്ടത് എന്നാണ് പറയുന്നത്. ഈ പറമ്പിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഉപയോഗിക്കുകയൊന്നും ചെയ്യാതെ കാട് മൂടി കിടക്കുന്ന ഒരു പറമ്പാണ്. ഇവിടെ പലപ്പോഴും ആളുകൾ എത്താറുള്ളത് ഈ പറമ്പിൽ വീഴുന്ന തേങ്ങ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അത്തരത്തിൽ എത്തിയ ഒരു സംഘമാണ് ഈ പറയുന്ന അസ്ഥികൂടം കണ്ടെത്തിയത് എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. എന്താണ് ആരെയാണ് കാണാതായത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഫോറൻസിക് സംഘം മനസ്സിലാക്കി അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ സമീപത്തുള്ള ഒരാളെ കാണാതായിട്ട് ഒരു 2 മാസത്തിലോളമായി എന്ന് പറയുന്നു. അയാൾ ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ പ്രദേശവാസികളൊക്കെ പറയുന്നത്. കാരണം ഈ കാണാതായിട്ടുള്ള ആളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വസ്തുക്കൾ ഈ അസ്ഥികൂടത്തിന് ചുറ്റുമായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള മാല, അതുപോലെയുള്ള അദ്ദേഹം ഉപയോഗിക്കാറുള്ള വസ്ത്രങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ അസ്ഥികൂടത്തിന് സമീപത്തായിട്ടുള്ളത് അല്ലെങ്കിൽ അസ്ഥികൂടത്തിലുള്ളത് എന്നാണ് നിലവിൽ പ്രദേശവാസികൾ ഇത് കണ്ട ആളുകളൊക്കെ നമ്മളോട് പ്രതികരിച്ചത്. അതേസമയത്ത് ഈ പറയുന്ന അസ്ഥികൂടത്തിന്റെ പകുതി ഭാഗം കാണാനില്ല എന്ന് ഉള്ള ഒരു കാര്യം കൂടെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരാൾ മരിച്ച് ഇതിന് ശേഷം അസ്ഥികൂടമായതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവത്തിൽ ഇവിടെ അസ്ഥികൂടം കൊണ്ടിട്ടതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് സംഘം ഇവിടെ എത്തിയിട്ട് കൂടുതൽ നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ആൾ ഇതിനു മുമ്പ് പലതവണ ഇത്തരത്തിൽ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു ശീലമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇത്തരത്തിൽ എവിടേക്കെങ്കിലും പോയതായിരിക്കും എന്ന് കരുതിയതെന്നും പിന്നീട് ഇയാൾ മിസ്സിംഗ് ആണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ബന്ധുക്കൾ പരാതി നൽകുകയുമാണ് ചെയ്തത് എന്നാണ് വിവരം. അതേസമയത്ത് ഈ പ്രദേശത്ത് നിരവധി ആളുകൾ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ ഈ പറമ്പിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു വയലാണ്. അവിടെ കൃത്യമായിട്ടുള്ള കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ വരികയും പോവുകയും ഒക്കെ
ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു മൃതദേഹം ഉണ്ടായാൽ അതിന്റെ ഒരു മണം അത് ദുർഗന്ധം എന്തായാലും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദുർഗന്ധം വരാത്തതിന്റെ അടക്കമുള്ള സംശയങ്ങളാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം വെങ്ങാനൂരിനടുത്താണ് ഇത്തരത്തിൽ ഒരു ആളൊഴിഞ്ഞ പറമ്പിൽ മനുഷ്യന്റേത് എന്ന് തോന്നുന്ന അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. നമസ്കാരം. വേങ്ങാനൂരിലെ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ MLA നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇത് അധികം എല്ലപ്പോഴും ആളുകൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണെന്ന് പറയുന്നു, പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അവിടുന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിരുന്നോ? മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ ആൾക്കാർ പോകുന്നതാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലോട്ട് ആരും കയറാറില്ല. തേങ്ങ വെട്ടുന്ന സമയത്തൊക്കെ മാത്രമേ ആരെങ്കിലും പോകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തത്. കഴിഞ്ഞ 40 ദിവസം മുമ്പാണ് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അന്വേഷണം നടന്നു വരുന്നു. അപ്പോൾ ഇന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം 1.5 മാസത്തിലേറെ പഴക്കമുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. മാംസം പൂർണ്ണമായും ദ്രവിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ അസ്ഥികൾ മാത്രമാണ് ഉള്ളത്. അടുത്ത് പരിശോധിച്ച് അദ്ദേഹത്തെ ആണെന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അതിനുശേഷം മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ എല്ലാം മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കും.